എത്ര പേര് സ്ട്രാറ്റജീസിനെ കുറിച്ച് എന്തെല്ലാം സ്ട്രാറ്റജീസ് അറിയോ? റീഡിംഗ് സ്ട്രാറ്റജീസ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഏതെങ്കിലും സ്ട്രാറ്റജി ആർക്കെങ്കിലും അറിയാമോ? എലിമിനേഷൻ എങ്ങനെ? എത്ര സ്ട്രാറ്റജീസ് ഉണ്ട് എലിമിനേഷനിൽ? എത്ര സ്ട്രാറ്റജീസ് ഉണ്ട്? There are 7 elimination strategies. ഏതെങ്കിലും ഒരെണ്ണം പറയാമോ? എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക? ഏതാ ടെക്സ്റ്റിൽ ഇല്ലാത്തതുണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് വായിച്ചിട്ട് ഈ പരീക്ഷ ഒരിക്കലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യില്ല. നിങ്ങളല്ല എന്നെ കൊണ്ട് പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മുഴുവൻ ടെക്സ്റ്റും വായിച്ച് ടെക്സ്റ്റിലുള്ളതാണ് ചോദ്യം എന്ന് മനസ്സിലാക്കി ഒരിക്കലും കണ്ടുപിടിക്കില്ല. അറിയാം എലിമിനേഷൻ ഏത് സ്ട്രാറ്റജീസിൽ ഏതെങ്കിലും അറിയാം? ഇല്ല. ഏത് സ്ട്രാറ്റജി വേണം? നമുക്ക് രണ്ടെണ്ണം നമ്മുടെ ധാരാളം മതി. ഒരു 40% ചോദ്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ഒന്നും വായിക്കാണ്ട് ചോദ്യം ഓപ്ഷൻസ് വായിച്ച് അത്രേ വായിച്ചു കൊടുത്ത് നിങ്ങൾ ആൻസർ റൈറ്റ് കറക്റ്റ് ടിക്കി ടെക്സ്റ്റ് നോക്കുപോലും പറ്റും. ടെക്സ്റ്റിൽ ഇല്ലാത്തത് എലിമിനേഷൻ അല്ലാതെ ടെക്സ്റ്റ് വായിച്ചാൽ ആൻസർ മനസ്സിലുള്ളൂ. ടെക്സ്റ്റ് വായിച്ചാൽ ടെക്സ്റ്റ് വായിക്കാൻ സമയത്താണുള്ളത് 5 മിനിറ്റേ ഉള്ളൂ അല്ലെ? ആദ്യത്തെ ചോദ്യം നോക്കില്ലേ, 4 പേജ് വെച്ചോണ്ട് അല്ലെ? അതിനകത്ത് എന്തോരം ഡിജിറ്റ് ഉണ്ട്, എന്തോരം നമ്പർ ഉണ്ട് അല്ലേ? അതൊക്കെ കൂടെ വായിച്ച് ചെയ്യണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും? വായിച്ച് മനസ്സിലാക്കി ഇതിനകത്ത് ഏതാ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ ഉണ്ടാവും. സാധാരണക്കാർക്കാവും. കാരണം അത് മുഴുവൻ മനസ്സിലാക്കാന്ന് പറയുന്നത്. കാരണം അവിടെ എല്ലാം ഡിജിറ്റാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വായിച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് പോയിട്ട് ഈ സമയം കൊണ്ട് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും 450 താഴെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ 450 താഴെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കാറില്ല. 500 നമുക്കുള്ള മാർക്കാണ്. 50 വേണമെങ്കിൽ പുറത്തേക്കുള്ളൂ. 450 നമ്മൾ ഇവിടെ ഞാൻ പറയുന്നത് ഒന്ന് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ക്യാൻസർ 16 കിട്ടിയാലോ? 16 ഒന്ന് വായിച്ചായിരിക്കും പുറത്തെ വായിച്ചത്. The Cancer Council advises that there are many health benefits of alcohol. B. The benefits of drinking red wine to prevent or treat heart disease is conclusive. C. The evidence that alcohol can prevent or treat heart disease is inconclusive. D. There is a safe level of drinking 1 or 2 standard drinks a day when it comes to cancer. ഇനി ആ 4 ഓപ്ഷനിൽ ഓപ്പോസിറ്റ് ഉള്ള ഒന്ന് കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് മീനിങ് ജസ്റ്റ് ഓപ്പോസിറ്റ്. Say that B, C, D. Say that number. Opposite order. Opposite meaning. B and C is conclusive and inconclusive. So one elimination method is this. If you have 2 opposites in the answer option, other 2 are automatically eliminated. You call it what is that in your reality? So there is robot there. A, what is this name? Who gives 2 assistants? You know from the code is something. Put at it. Right? Put at it, right? Robot. There is a robot. Srikandan Nair stone. You know that? So we call it put at it principle. Means if there are 2 opposites, other 2 are eliminated. Not opposites eliminated. Other 2 are automatically eliminated. 4 option ഒത്തിരി എണ്ണത്തിൽ 2 ഓപ്പോസിറ്റ് ഉണ്ടാവും. മറ്റേ 2 ഓപ്പോസിറ്റ് എലിമിനേറ്റഡ് ആണ്. കട്ട് ചെയ്യാം. അന്നേരം ആൻസർ ഓപ്പോസിറ്റ് ഉള്ള ഒന്നായിരിക്കും. ഇനി നിങ്ങളൊന്ന് വായിച്ച് പെട്ടെന്ന് വായിച്ച് ആദ്യത്തെ ഭാഗം മാത്രം വായിച്ച് ആദ്യത്തെ സെന്റൻസ് ആദ്യത്തെ സെന്റൻസ് പാസ് വായിക്കാൻ പറഞ്ഞാൽ ആരെയും മാറി വായിക്കണേ. നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന്. But what about the heart health benefits of alcohol? Well, the evidence is inconclusive. No, evidence is നിങ്ങൾക്ക് പറയാൻ കൺക്ലൂസീവ് ഇൻകൺക്ലൂസീവ് അല്ലേ? എന്നാ ആൻസർ എന്നതാ? ഏതാണ്? സി ആണ്. ഇതാണ് OET. ഒത്തന്റിക് മെറ്റീരിയൽ ആണ്. എനിക്ക് സാമ്പിൾ മെറ്റീരിയൽ നോക്കാം. അതായത് ഇത് ടോപ്പിക് സെന്റൻസ് എന്ന് പറയും. ആദ്യത്തെ സെന്റൻസ് ആണ് ടോപ്പിക് സെന്റൻസ്. അത് ആ പാരഗ്രാഫിന്റെ ജിസ്റ്റ് ഓഫ് ദ പാരഗ്രാഫ്, ജിസ്റ്റ് ഓഫ് ദ ഹോൾ പാരഗ്രാഫ്. സോ വാട്ട് ഈസ് നൗ ദ പാരഗ്രാഫ് ഈസ് സ്പീക്കിംഗ് അബൌട്ട് the heart health benefits of alcohol, and well the evidence is inconclusive. Do you need to read the paragraph then? So already with the elimination strategy you have eliminated 50% Putanen principle, right? Now you have only 2 opposites. One says evidence is conclusive, other one says inconclusive. In the very first sentence the passive text says evidence is inconclusive. Then do you need to read the rest? Do you need? You don't understand? Just raise your hand.
no issues. Did you get it? And now you should be looking into that. You have to practice with the strategies, otherwise you are going to compete with the OED. It's not at all easy with all the tension and stress, you will be struggling a lot. Actually, if there is no hard work, we never recommend hard work for OED or else. Only smart work. Only smart work. So that is one principle. The other one is simply this. If you have absolutes, you know what are absolutes? Absolutes? Any example? Absolute rules. Statements. For example, if there are words like all, only, never, all these are absolute. If these words appear in any of the options, immediately that is eliminated. Immediately, that has to be eliminated because it will never be the right answer. This is not only for OED, this is a research done on 2,834 competitive exams. This is how all the competitive exam question papers are formed. Right, I have the options with absolutes. Next given. Read only the options.